വെൽക്കം ടു ഇലക്ട്രിക്കൽ ലേറ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ KSEB സബ് എഞ്ചിനീയർ ആവട്ടെ, അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആവട്ടെ, അതേപോലെ ഇലക്ട്രീഷ്യൻ ആവട്ടെ, അതിലൊന്നും എന്താ കുറേ പേര് ആ ഒരു ഷോർട്ട് ലിസ്റ്റിലൊന്നും ഉൾപ്പെടാത്ത കുറേ പേരുണ്ടല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്താ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ടാവും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊരു വീഡിയോയിൽ മുഴുവനായിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടാണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ജനുവരി 1 എന്ത് ചെയ്യാം എക്സാമിന്റെ കലണ്ടർ വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെ എക്സാംസ് എപ്പോഴൊക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എനിവേ നിങ്ങൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒന്നും നിങ്ങൾ ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാം ഒരിക്കലും മുടങ്ങാണ്ട് കൊണ്ടുപോകുക. അതേപോലെ ആർക്കെങ്കിലും പഠനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മളുടെ മുമ്പിൽ അധികം അവസരങ്ങളൊന്നും ഇനി കിട്ടാൻ സാധ്യതയില്ല. ട്രേഡ്സ്മാൻ ആവട്ടെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ആവട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തൊന്നും പെട്ടെന്നൊന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ നിങ്ങൾ മാക്സിമം നന്നായിട്ട് എന്താ എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുക്കുക. ഓക്കെ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ ഒരു ചാനലിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വരുന്നുണ്ടാവും. അപ്പൊ എനിവേ നമ്മളെ കണ്ടന്റിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ എപ്പോഴായിരുന്നു വന്നിട്ടുള്ളത്, അതേപോലെ അതിൽ എത്ര അതിന്റെ എക്സാം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ അതിന്റെ എക്സാമിന്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു ഷോർട്ട് ലിസ്റ്റ് എത്ര പേർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എത്ര അപ്പോയിന്റ്മെന്റ്സ് ആണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോകാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതെന്നും 2014 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പം കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കാം. 4/8/2022 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇറക്കിയ PSC ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. It is hereby notified that the rank list of for the post of junior instructor electrician on 13,900 to 24,000 എന്നുള്ളത് പണ്ടത്തെ പേ സ്കെയിലാണ്. റിവൈസ്ഡ് പേ സ്കെയിൽ നല്ല പേ ആണ് വരുന്നത്. 45/2016 ഇനി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഫൈനലിസ്റ്റ് 37/29 3/7/2019 റാങ്ക് ലിസ്റ്റ് വന്നത്. ഹാസ് ബീൻ ക്യാൻസൽ വിത്ത് എഫക്ട് ഫ്രം ദ മിഡ് നൈറ്റ് ഓഫ് 2/7/2022. അതായത് 2/7/2022 മിഡ് നൈറ്റ് എന്ത് ചെയ്തു ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു. അവരവിടെ റാങ്ക് ലിസ്റ്റ് അവിടെ എന്ത് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവരവിടെ അവസാനിപ്പിച്ചു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്. അപ്പൊ 2022 ശേഷമുള്ള ഒഴിവുകൾ എന്ത് ചെയ്യാ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളൊക്കെ ഇനി വരുന്ന 2023 ലാസ്റ്റ് അല്ലെങ്കിൽ 2024 സ്റ്റാർട്ടിങ് 2023 ലാസ്റ്റ് തന്നെ 2023 ലാസ്റ്റ് തന്നെ ഇറങ്ങുന്ന നോട്ടിഫിക്കേഷൻ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. അത്രയും വേക്കൻസീസ് എന്താ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര വേക്കൻസി ആയതുകൊണ്ടാണ് എത്ര എപ്പോഴായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതിലായിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് 45/2016 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പർ പ്രകാരം 12/4/2016 നോട്ടിഫിക്കേഷൻ വന്നത്. ഡിപ്പാർട്ട്മെന്റ് വെച്ച് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ 13,900 തൊട്ടിട്ട് 24,040 വരെയായിരുന്നു പേ സ്കെയിൽ. ആ ഒരു സമയത്തെ പേ സ്കെയിലാണ് ഇപ്പം റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് 24 വേക്കൻസീസ് ആണ് ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആ ഒരു സമയത്ത് 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 19 തൊട്ട് 44 വരെയാണ് ഏജ് ലിമിറ്റ്. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. SSLC or its equivalent qualification plus NTC in appropriate trade with 3 years experience in the trade after obtaining the certificates, or National Apprenticeship certificate in the appropriate trade with 1 year experience after obtaining the certificate, or diploma in the appropriate branch of engineering from a government or government recognized poly or its equivalent qualification. ഇതാണ് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോ ഉണ്ടായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ. ഇത് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. അപ്പൊ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു 2016 നോട്ടിഫിക്കേഷൻ വന്നത്. 2016 അഞ്ചാം മാസമാണ് 4-ാം മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏപ്രിൽ 2016 നോട്ടിഫിക്കേഷൻ വന്നു. 2017 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യാം അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു. ഓക്കെ. 2016 ഏപ്രിൽ 2016 നോട്ടിഫിക്കേഷൻ വന്നു. ഫെബ്രുവരി 2017 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. സോറി, ഫെബ്രുവരി 2017 എക്സാം നടന്നു. അത് കഴിഞ്ഞിട്ടോ സെപ്റ്റംബർ 2018 അതിന്റെ ഷോർട്ട് ലിസ്റ്റും നിലവിൽ വന്നു. സെപ്റ്റംബർ 2018
അതിന്റെ ഷോർട്ട് ലിസ്റ്റും നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ. നോട്ടിഫിക്കേഷൻ വന്ന 2016 ഏപ്രിൽ, 2017 ഫെബ്രുവരിയിൽ അതിന്റെ എക്സാം നടന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2018 സെപ്റ്റംബറിൽ. ഓക്കെ, കാറ്റഗറി നമ്മൾ പറഞ്ഞു 15/2016. ഓക്കെ, അപ്പൊ ഇതില് എത്രയായിരുന്നു കട്ട് ഓഫ്? 61.67 അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 61.67 ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ എത്ര പേര് റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നും അതുവരെ ടോപ്പ് മാർക്ക് എത്രയായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. അപ്പൊ അതിനുശേഷം എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്? 3/7/2019 എന്ത് ചെയ്തു? അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഓക്കെ, മാർച്ച് 2019 എന്ത് ചെയ്തു? അതിന്റെ റാങ്ക് ലിസ്റ്റും നിലവിൽ വന്നു. അപ്പൊ ഇതില് ടോപ്പ് മാർക്ക് നമുക്കിവിടെ പേര് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, മാസ്ക് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അപ്പോ ടോപ്പ് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ 83 മാർക്കാണ് ടോപ്പ് മാർക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇന്റർവ്യൂവിന് 11 മാർക്ക് കിട്ടി. ടോട്ടൽ 94.67 മാർക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് 80 ഉണ്ട്, പിന്നെ 79 ഉണ്ട്, 78 ഉണ്ട്, 79 ഒരു 3 വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇന്റർവ്യൂവിന്റെ മാർക്കിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നില്ല കാര്യം. കാരണം വെച്ചാൽ 83 കഴിഞ്ഞിട്ട് നേരെ 80 ആണ് ടോപ്പ് ഉള്ളത് അല്ലെ. അവർ ഇന്റർവ്യൂ 11 മാർക്ക് കിട്ടിയുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഇവിടെ നോക്കി 78.67 കൂടെ ഇന്റർവ്യൂ 13 മാർക്ക് കിട്ടി 91 സെക്കൻഡ് റാങ്കിലേക്ക് മാറി അല്ലെ. അപ്പൊ അതാണ് ഇന്റർവ്യൂവിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ. അപ്പൊ ഇതില് 253 പേര് എന്ത് ചെയ്യാം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 253 പേര് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 253 പേര് എന്ത് ചെയ്യാം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കട്ട് ഓഫ് എത്രയായിരുന്നു? 61.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അല്ലെ. 61.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ കണ്ടില്ല 11 മാർക്ക് അവർക്ക് ഇന്റർവ്യൂടെ കിട്ടി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നേരെ 8 സ്ഥാനങ്ങൾ മുകളിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഞാൻ ഇന്റർവ്യൂവിന് 9 മാർക്ക് കിട്ടിയോണ്ട് 8 സ്ഥാനങ്ങൾ താഴോട്ടേക്ക് പോകും അല്ലെ. അപ്പൊ അതാ പറഞ്ഞ ഇന്റർവ്യൂവിന് എന്ത് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എത്ര അഡ്വൈസസ് പോയിട്ടുണ്ടെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 90 അഡ്വൈസ് ആണ് എന്ത് ചെയ്യാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം 2016 ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 90 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 2022 എന്ത് ചെയ്യാം അതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു അല്ലെ. 2022 അതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു. 2022 റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2023 ലാസ്റ്റ് ആയി. 2023 ലാസ്റ്റ് ആയി അല്ലെ. അപ്പൊ അത്യാവശ്യം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 2024 ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവാം. 2025 അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നുണ്ടാവും. പിന്നെ 2028 വരെ എന്ത് ചെയ്യാം ഉള്ള വേക്കൻസീസ് മൊത്തം എന്ത് ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അവര് ഫില്ല് ചെയ്യുന്നുണ്ടാവുക. അത് പറയുമ്പോൾ അത്യാവശ്യം ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ടോപ്പ് 50 അല്ലെങ്കിൽ ടോപ്പ് 10 തന്നെ എന്ത് ചെയ്യാം എത്താൻ വേണ്ടിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താ ടെൻഷൻ വേണ്ട. ഞാൻ എന്തായാലും ജോലി കയറൂലേ എന്നിട്ട്. അപ്പൊ നിങ്ങൾ എന്താ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്താ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പൊ മോസിന്റെ കേസിൽ 72 റാങ്ക് വരെ, ഈഴവ 94, SC 184, ST സപ്ലിമെന്റ് ലിസ്റ്റ് പോയിട്ടുണ്ട് 1 റാങ്ക്, മുസ്ലിം 91, LC ബാർ A 121 വരെ പോയിട്ട്, OBC വിത്തിൻ OC മാത്രമേ പോയിട്ടുള്ളൂ. വിത്തിൻ OC മാത്രമേ പോയില്ല. SC നടാറ് അപ് ടു OC വരെ മാത്രമേ പോയിട്ടുള്ളൂ. ഹിന്ദു നടാറ് അപ് ടു 100 വരെ മാത്രമേ പോയിട്ടുള്ളൂ. SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 2 വരെ പോയിട്ടുണ്ട്. DS സപ്ലിമെന്റ് ലിസ്റ്റ് 1 വരെ പോയിട്ടുണ്ട് അല്ലെ. DLV 1, DHI 1, DLD per CP 1 എന്ന രീതിയിലാണ് കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ്. അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്താ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. കാരണം വെച്ചാല് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികം ഇനി എന്ത് ചെയ്യാം അധികം ഓപ്പർച്യൂണിറ്റീസ് ഇനിയിപ്പം വരുന്നുണ്ടാവില്ല. അപ്പോൾ ട്രേഡ്സ്മാൻ ആവട്ടെ, അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ആവട്ടെ, അത്യാവശ്യം ലാർജ് വേക്കൻസീസ് ഉണ്ടാവും. ഓക്കെ, സബ് എഞ്ചിനീയറിന്റെ അത്രയും ഉണ്ടാവില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഉണ്ടാവുന്ന പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. നന്നായിട്ട് എന്ത് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ക്വാളിഫിക്കേഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ താങ്ക് യു.